ഐഫോൺസ് മേടിക്കാൻ നിൽക്കുന്നവർക്ക് കാത്തിരിക്കുന്ന ഒരു ടൈമാണ് ബിഗ് ബില്യൺ ഡേയ്സും ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ എന്നും പറയുന്നത്. ഈ സെയിൽ ടൈമിൽ അടിപൊളി ഓഫേഴ്സാണ് ഐഫോൺസിന് വരുന്നത്. അതിപ്പോൾ ഐഫോൺ 12 തൊട്ട് നമുക്ക് ഐഫോൺ 15 ഒക്കെ നോക്കുകയാണെങ്കിലും അടിപൊളി ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഐഫോൺ പുതിയതെടുക്കാൻ എല്ലാവർക്കും പറ്റണമെന്നില്ല, പല ആൾക്കാരും സെക്കൻഡ് ഹാൻഡ് ഒക്കെ ആയിരിക്കും മേടിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ചെറിയ ഗൈഡ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും വരുന്ന ഡീൽസിനെ പറ്റി സംസാരിക്കാം. എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഐഫോൺ 12 എന്ന് പറയുന്ന ഡിവൈസ് ഉണ്ട്, അത് സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. 2024 ഐഫോൺ 12 ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യത്തില്ല. നല്ലൊരു ഡീൽ പ്രൈസിന് കിട്ടിയാൽ പോലും അത് സ്കിപ്പ് ചെയ്ത് ആൻഡ്രോയിഡ് ഫോൺസ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. അതൊരു 35,000 രൂപയ്ക്ക് അകത്ത് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. എന്നിരുന്നാലും ഐഫോൺ 12 പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. പിന്നെയുള്ള ഫോൺ എന്ന് പറയുന്നത് ഐഫോൺ 13 ആണ്, അതും അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അണ്ടർ 40,000 റുപ്പീസ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഐഫോൺ 13 അവോയ്ഡ് ചെയ്യുക. ഡിസ്പ്ലേയിൽ ഗ്രീൻ ലൈൻ ഇഷ്യൂ ഉണ്ട്, ഡിസ്പ്ലേയിൽ ഗ്രീൻ ടിൻറ്റ് വരുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് അവോയ്ഡ് ചെയ്യാൻ പറയുന്ന മെയിൻ ഇഷ്യൂ ഇത് മാത്രമല്ല, വേറെയും ഒരു റീസൺ ഉണ്ട്, അതും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അത് നെക്സ്റ്റ് ഫോൺ എന്ന് പറയുന്നത് ഐഫോൺ 14 ആണ്. അപ്പോൾ ഈ ഒരു ഐഫോൺ 13ഉം 14ഉം വെച്ച് നോക്കുകയാണെങ്കിൽ മേജർ ഡിഫറൻസ് ഒന്നുമില്ല. ഐഫോൺ 13 തന്നെയാണ്, ചെറിയ മോഡിഫിക്കേഷൻ, അവിടെ എവിടെയും ചെറിയ ചെറിയ ചേഞ്ചസ് മാത്രമേ ഐഫോൺ 14 ഉള്ളൂ. എന്നാൽ ഐഫോൺ 14 എടുക്കുന്നതാണ് ബെറ്റർ ഓപ്ഷൻ. കാരണം ഗ്രീൻ ലൈൻ ഇഷ്യൂവും കാര്യങ്ങളൊന്നും ഐഫോൺ 14 കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇല്ല എന്ന് ഞാൻ പറയത്തില്ല, ഇലക്ട്രോണിക് ഡിവൈസ് ആണ്, അപ്പോൾ എന്ത് കംപ്ലൈൻറ്റ് വേണോ സംഭവിക്കാം. എന്നാൽ ഉറപ്പൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇതൊരു ഗ്രീൻ ലൈൻ വരത്തില്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. അതിഭീകരമായിട്ട് ഗ്രീൻ ലൈൻ ഒന്നും ഐഫോൺ 14 വന്നതായിട്ട് കേട്ടിട്ടില്ല. എന്നാൽ വന്നതും ഉണ്ട്, ചില ഡിവൈസുകൾക്ക് ഗ്രീൻ ലൈൻ ഒക്കെ വന്നിട്ടുണ്ട്. ഐഫോൺ 14 എടുക്കാൻ പറയുന്നത് 13ന്റെ കംപ്ലൈൻറ്റ്സ് കാരണമാണ്. പക്ഷേ ഞാൻ 14ഉം നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു 14ന്റെ പ്രൈസും അത്ര അട്രാക്റ്റീവ് അല്ല. 45,000 റുപ്പീസോ ആ ഒരു റേഞ്ചിലൊക്കെ ഓഫറിന് വരത്തുള്ളൂ. ആ ഒരു പ്രൈസിന് എനിക്ക് തോന്നുന്നില്ല. അതിനെക്കാട്ടും ബെറ്റർ ആൻഡ്രോയിഡ് ഡിവൈസുകളുണ്ട്. ഇനിയിപ്പോൾ ഐഫോൺ തന്നെ വേണം, എൻ്റെ ബഡ്ജറ്റ് 50K അകത്താണെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റിയ ഡിവൈസാണ് ഐഫോൺ 14 എന്ന് പറയുന്നത്. 13ഉം 12ഉം പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. പിന്നെ നോക്കാൻ പറ്റിയതാണ് ഐഫോൺ 14 പ്ലസ്. അതും ഒരു 50,000 റുപ്പീസിനകത്ത് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഈ രണ്ട് ഡിവൈസും നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറവാണ്, 50,000 റുപ്പീസിന് മേളിലോട്ട് എനിക്ക് ഒരു രൂപ പോലും സ്പെൻഡ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഈ രണ്ട് ഡിവൈസ് എടുക്കുക. അല്ലെങ്കിൽ ഒരു 5,000 രൂപയും കൂടെ എക്സ്ട്രാ ആയിട്ട് 55,000 റുപ്പീസിന് നമുക്ക് ഐഫോൺ 15 മേടിക്കാൻ പറ്റും. ആ ഫോൺ എടുക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. കാരണം ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഐഫോൺ 14 വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ടൈപ്പ് സി പോർട്ട് വന്നിട്ടുണ്ട്, കുറച്ചുകൂടെ മാറ്റ് ഫിനിഷ് ലുക്ക് വന്നിട്ടുണ്ട്, ക്യാമറ ഇംപ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. ഐഫോൺ 13, 12, 14 ഒക്കെ ക്യാമറ എടുത്ത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വലിയ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യത്തില്ല. എന്നാൽ നമുക്ക് ഐഫോൺ 14ഉം നമ്മൾ ഐഫോൺ 15ഉം വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ക്യാമറ പെർഫോമൻസിൽ അതിഭീകര ചേഞ്ച് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഐഫോൺ 15 എങ്കിലും മിനിമം 2024 മേടിക്കുക. അപ്പോൾ ആപ്പിൾ എന്ന് പറയുന്ന ബ്രാൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ടൈപ്പ് സി പോർട്ട് കൊണ്ടുവന്നെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് സി പോർട്ടുള്ള ഐഫോൺ 15 ആണ് ഞാൻ മിനിമം റെക്കമെൻഡ് ചെയ്യുന്നത്. അറൗണ്ട് 55,000 റുപ്പീസിന് ആ ഒരു ഫോണിൻ്റെ പ്രൈസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഞാൻ ഈ ഒരു വീഡിയോ ഫിലിം ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടില്ല. എന്തായാലും ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. എന്തായാലും ഫ്ലിപ്കാർട്ടിൽ പോയി ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഈ ഒരു 50,000 to 55,000 റുപ്പീസിൻ്റെ റേഞ്ചിൽ ഐഫോൺ 15 കിട്ടുകയാണെങ്കിൽ കണ്ണും പൂട്ടി എടുത്തോളും, നല്ല ഡീലാണ്. അതുപോലെ തന്നെയാണ് ഐഫോൺ 15 പ്ലസിന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 65,000 റുപ്പീസാണ്. ഐഫോൺ 15 പ്ലസ് നല്ല ബാറ്ററി ബാക്കപ്പ് വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചെക്കൗട്ട് ചെയ്ത് നോക്കുക, നല്ല ഡീലാണ്. കാരണം ഐഫോൺ 15 പ്ലസിന് അത്യാവശ്യം നല്ല സ്ക്രീൻ ഓൺ ടൈം കിട്ടും. നമുക്ക് നല്ലൊരു ഹെവി യൂസറാണ്, ഗെയിമിംഗ് ഉണ്ട്, അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ പോലും ഐഫോൺ 15 പ്ലസ് നല്ലൊരു ഡീലാണ്. പിന്നെ ഉള്ളതാണ് ഐഫോൺ 15 പ്രോവിൻ്റെ ഡിസ്കൗണ്ട് അത്യാവശ്യം കിടിലാണ്. അതായത് 1,00,000 രൂപ റേഞ്ചിലാണ് നമുക്ക് പ്രോവിൻ്റെ പ്രൈസ് വരുന്നത് ഓഫർ ടൈമിന്. അതുമാത്രമല്ല അതിൻ്റെ കൂടെ എക്സ്ചേഞ്ചും ബാങ്ക് ഡിസ്കൗണ്ടും എല്ലാം വെച്ചിട്ട് നമുക്ക് 89,999 മേടിക്കാൻ പറ്റും. അതായത് 90,000 റുപ്പീസിന് നല്ലൊരു ഡീലാണ് നമ്മുടെ ഐഫോൺ 15 പ്രോ എന്ന് പറയുന്നത്. ഐഫോൺ 16 16 പ്ലസോ മേടിക്കാൻ നിൽക്കുന്നവർ ഈ ഒരു ഫോൺ തീർച്ചയായും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഐഫോൺ 15 പ്രോ എടുക്കുകയാണെങ്കിൽ 16 കാട്ടും കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ 16 16 പ്ലസോ എടുക്കുന്നതിനെക്കാട്ടും ഫാർ ബെറ്റർ ഓപ്ഷൻ ആണ്. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഐഫോൺ 15 പ്രോയിൽ 3 ക്യാമറാസ് ഉണ്ട്. ആ 3 ക്യാമറാസ് ഉള്ളതുകൊണ്ട് തന്നെ മച്ച് ബെറ്റർ ഫോട്ടോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ നല്ലൊരു ഫ്ലെക്സിബിലിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഐഫോൺ 15 പ്രോയിൽ അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഉണ്ട്. ട്രിപ്പിൾ ക്യാമറ ആയതുകൊണ്ട് തന്നെ നമുക്ക് അൾട്രാ വൈഡും നമുക്ക് ടെലിഫോട്ടോ ഒക്കെ കിട്ടുന്നുണ്ട്, നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഫ്രെയിം നോക്കുകയാണെങ്കിൽ നമുക്ക് അലുമിനിയം ഒന്നുമല്ല ടൈറ്റാനിയമാണ് കിട്ടുന്നത്, അതും ഒരു പ്രീമിയം ഫാക്ടറാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് പെർഫോമൻസ് കാര്യങ്ങളൊന്നും വലിയ കോംപ്രമൈസ് വരത്തില്ല. 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട് പ്രോയിൽ എടുക്കുകയാണെങ്കിൽ. അപ്പോൾ 16ഉം 16 പ്ലസും എടുക്കാൻ നിൽക്കുന്നവർ ഈ ഫോൺ തീർച്ചയായും ചെക്കൗട്ട് ചെയ്ത് നോക്കാം. എന്തെങ്കിലും കാര്യം ഞാൻ
16 എടുത്തില്ല 15 പ്രോയിൽ മിസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ക്യാമറ കൺട്രോൾ ബട്ടൺ എന്തായാലും മിസ് ചെയ്യും. കാരണം അത് പുതിയ 16 16 പ്ലസിലും ഉള്ള ഒരു ഫീച്ചറാണ്. പിന്നെ ക്യാമറ കൺട്രോൾ ബട്ടൺ ഉള്ള ആൾക്കാർ പറയുന്നത് അത് വലിയ യൂസ് ഒന്നും ഇല്ല എന്നാണ്. പിന്നെ ഒരു കാര്യം, പെർഫോമൻസ് ആണെങ്കിലും വലിയ ഡിഫറൻസ് ഒന്നുമില്ല, അടിപൊളി തന്നെയാണ്. നമ്മുടെ ഈ ഒരു ചാനലിനെ പോലെ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതിന്റെ പെർഫോമൻസിനൊന്നും വലിയ ഇഷ്യൂസ് വരത്തില്ല. ഇനിയിപ്പോൾ 16 എടുത്താലും 15 പ്രോ എടുത്താലും അടിപൊളി പെർഫോമൻസ് ആണ് കിട്ടാൻ പോകുന്നത്. പിന്നെ ഉള്ളതാണ് 15 പ്രോ മാക്സ്. 15 പ്രോ മാക്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 15 പ്രോ മാക്സിനും അത്യാവശ്യം നല്ല ഡീലുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് 15 പ്രോ മാക്സ് എടുക്കേണ്ട എന്നാണ്. ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ സ്കിപ്പ് ചെയ്യാനാണ് പറയുന്നത് 15 പ്രോ മാക്സ്. 15 പ്രോ മാക്സ് സ്കിപ്പ് ചെയ്യാൻ പറഞ്ഞ മെയിൻ റീസൺ എന്ന് പറയുന്നത് അതിൻ്റെ ബാങ്ക് ഡിസ്കൗണ്ട് ഒക്കെ വെച്ചിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് 1 lakh, അതായത് ബാങ്ക് ഡിസ്കൗണ്ട് എക്സ്ചേഞ്ച് എല്ലാം വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു പ്രൈസ് അവർ പറയുന്നത് 1,10,000 rupees ആണ്. അതായത് 1,09,999 rupees ആണ്. ആ ഒരു പ്രൈസിന് ആ ഫോൺ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം അതിൽ നിന്ന് കുറച്ചുകൂടെ എമൗണ്ട് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് iPhone 16 Pro മേടിക്കാൻ പറ്റും. അത് കുറച്ചുകൂടെ ബെറ്റർ ഡിവൈസ് ആണ്, അതിലോട്ട് നോക്കുന്നതായിരിക്കും ബെറ്റർ. 15 പ്രോ മാക്സ് എടുക്കുന്നതിനെക്കാട്ടും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് iPhone 16 Pro ആണ്. പിന്നെ ഇനിയിപ്പോൾ എല്ലാവരുടെ കയ്യിലും 50,000 rupeesോ 60,000 rupeesോ എടുക്കണമെന്നില്ല. ആൾക്കാരുടെ കയ്യിൽ ഇപ്പോൾ 25,000 rupeesോ അല്ലെങ്കിൽ ഒരു 30,000 rupeesനകത്താണെങ്കിൽ പല ആൾക്കാരും നോക്കുന്നത് യൂസ്ഡ് ഫോൺസ് ആണ്. അപ്പോൾ യൂസ്ഡ് ഫോൺസ് ആയിട്ട് ആൾക്കാർ മേടിക്കുന്നത് iPhone 12, 13, 14 അങ്ങനത്തെ ഡിവൈസുകളാണ്. അപ്പോൾ ഈ 12, 14, 13 ഒക്കെ മേടിക്കുന്നവർ മൈൻഡിലേക്ക് വെച്ചിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റിപ്പയർ കോസ്റ്റ് വളരെ കൂടുതലാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ 30,000 അല്ലെങ്കിൽ 25,000 രൂപയ്ക്ക് ഒരു ഫോൺ മേടിച്ച് അതിൻ്റെ ഡിസ്പ്ലേക്ക് എന്തെങ്കിലും ഡാമേജ് വന്ന് ആ ഫോണിൻ്റെ അതേ പ്രൈസ് നിങ്ങൾ ഡിസ്പ്ലേക്ക് കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കും. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് പറയുന്നത് ഈ 12, 13 ഒക്കെ സ്കിപ്പ് ചെയ്തിട്ട് 15 എടുക്കാൻ പറഞ്ഞത്. റീസൺ അതാണ്. അപ്പോൾ യൂസ്ഡ് ഫോൺസ് എടുക്കുന്നതിനെക്കാട്ടും ബെറ്റർ ആൻഡ്രോയിഡ് ഡിവൈസുകൾ നോക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ റിപ്പയർ കോസ്റ്റ് കുഴപ്പമില്ല, എനിക്ക് ആ ഫോൺ അങ്ങനെയാണ്, എനിക്ക് അത്രയും ഐഫോൺ വേണം എന്നുണ്ടെങ്കിൽ മാത്രം iPhone 12, 13, 14 ഒക്കെ യൂസ്ഡ് മേടിക്കാൻ ശ്രമിക്കുക. അതിലും 13 പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. 12-നെയും കാട്ടും ബാക്കിലോട്ട്, അതായത് 11, 10 അങ്ങനത്തെ ഡിവൈസൊക്കെ വളരെ ചീപ്പായിട്ട് മേടിക്കാൻ പറ്റും. അതായത് 16,000 rupeesഉം 20,000 rupeesന്റെ റേഞ്ചിലൊക്കെ മേടിക്കാൻ പറ്റും. സ്കിപ്പ് ചെയ്യുക, ഒരിക്കലും മേടിക്കരുത്. ഈ ഒരു 11, 10 ആ സീരീസ് ഒന്നും ഒരിക്കലും മേടിക്കരുത്. വളരെ അഫോർഡബിൾ റേറ്റ്സിനൊക്കെ മേടിക്കാൻ പറ്റും. നിങ്ങളത് മേടിച്ച് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും വളരെ മോശം പെർഫോമൻസ് ആയിരിക്കും. 2024 സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ക്യാമറ അത്യാവശ്യം നല്ലതായിരിക്കും ആ ഒരു പ്രൈസ് സെഗ്മെന്റിന് കിട്ടണമുണ്ട്. എന്നാൽ ബാക്കി ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ആ ഫോൺസ് ഒക്കെ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇപ്പോൾ യൂസ്ഡ് ഫോൺസ് എടുക്കുന്നുണ്ടെങ്കിൽ മിനിമം 12 എങ്കിലും മേടിക്കാൻ ശ്രമിക്കുക. പക്ഷേ റിപ്പയർ കോസ്റ്റ് എന്തായാലും മൈൻഡിൽ വെച്ചിരിക്കുക. അതിനിപ്പോൾ 10 എടുത്താലും 11 എടുത്താലും എന്തായാലും അതിൻ്റെ ഡിസ്പ്ലേ കോസ്റ്റ് എന്ന് പറയുന്നത് നല്ല എക്സ്പെൻസീവ് ആണ്. മദർ ബോർഡിൻ്റെ കോസ്റ്റ് ആണെങ്കിലും iPhone 13ഉം 12ൻ്റെ ഒക്കെ നല്ല എക്സ്പെൻസീവ് ആണ്. അപ്പോൾ എനിക്ക് ഫൈനലി പറയാനുള്ളത് ഈ ആമസോണിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലാണെങ്കിലും ഐഫോൺസിനാണ് ഓഫർ കൊടുക്കുന്നത്, അല്ലാതെ ഐഫോണിൻ്റെ സ്പെയർ പാർട്ടിനൊന്നും ഓഫർ കൊടുക്കാറില്ല. അതും കൂടെ മൈൻഡിലേക്ക് വെച്ചേക്കുക. ഈ സ്പെയർ പാർട്സിൻ്റെ കാര്യം കൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഈ ഐഫോൺസ് പോയിട്ട് മേടിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ കൂടെ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ആമസോണിലും ഫ്ലിപ്കാർട്ടിലുള്ള ബാക്കിയുള്ള ഡീൽസിനെ പറ്റിയുള്ള വീഡിയോ ആണ്. ഇത് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഫോൺ വാസ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.